യുവത്വത്തിന്റെ ആവേശം പ്രകടിപ്പിക്കാനുള്ള വേദിയായി റോഡുകളും ഡ്രൈവിംഗും മാറുന്നുവെന്ന് പൗരബോധത്തിൽ ജീവിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ 16ാമത് വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ 16ാമത് വാർഷികാഘോഷ പരിപാടികൾ ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. മന്ത്രി എ.കെ. ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൗർഭാഗ്യവശാൽ ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നതെന്നും അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഭാരത് ഫൗണ്ടേഷന് കഴിയണമെന്നും മാതൃഭാഷയിൽ നിന്ന് പഠനം ആരംഭിച്ചാൽ മാത്രമേ മറ്റു ഭാഷകൾ കൂടുതൽ അറിയാനും പഠിക്കാനും കഴിയുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. നിയമം എല്ലാവരും അനുസരിക്കണമെന്നും നിയമം അനുസരിക്കുക ജീവൻ രക്ഷിക്കുക എന്നതാവണം എല്ലാവരുടെയും ലക്ഷ്യമെന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇരുചക്ര യാത്രക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ളവർ ഓടിക്കുന്ന വണ്ടികളിലാണ്. ചടങ്ങിൽ ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ്, ഭാരത് ടാലന്റ് അവാർഡ്, ഭാരത് ടോപ്പേഴ്സ് അവാർഡ് എന്നിവ എഴുത്തുകാരൻ ടി.പി. രാജീവൻ നൽകി. കോളേജ് പ്രിൻസിപ്പൽ ജെയ്സി, BIMT പ്രിൻസിപ്പൽ ഇസ്മയിൽ അയനറി, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ അബ്ദുൾ റഹ്മാൻ, യൂണിയൻ സെക്രട്ടറി ദീപു, ചെയർപേഴ്സൺ റിയ ചന്ദ്രൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി സി മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. Now I have an humble request for our minister. മിനിസ്റ്ററുടെ നമ്മുടെ ഒരു അപേക്ഷ കൂടിയുണ്ട്.